ഹലോ ഗൈസ്, ഞാനും മനുവേട്ടനും കൂടെ മക്കളില്ലാതൊരു യാത്ര പോവാം. മക്കളില്ലാതെ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പന്തളം വരെ പോവാം. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കേട്ടോ. ഓക്കെ, കുഞ്ഞ് കാണാതെ ചാടിയേക്കുന്നേ, എപ്പോൾ വേണമെങ്കിലും അവളെ മുന്നിലോട്ട് ചാടി വീഴും. അതുകൊണ്ട് ടപ്പേന്നും പറഞ്ഞു ഒരുങ്ങിയതാണ്. എടുത്തിട്ട് ഒരു ടീഷർട്ടും എടുത്തിട്ട് ഒരു ജീൻസും ഇട്ട് പെട്ടെന്ന് ഞാൻ ഇറങ്ങി. മനുവേട്ടൻ ഇതുവരെ ഇറങ്ങി വന്നില്ല. ഓരോ നാക്കൊക്കെ പറഞ്ഞ് കണ്ട് ഇറങ്ങി വരാൻ ഞാൻ മുന്നേ ഇഞ്ഞ് പോന്നു. എന്തോ ചെയ്യാനാ, മക്കളൊക്കെ ഉണ്ടാകുന്ന മുമ്പ് എന്ത് ഫ്രീ ആയിട്ട് നടന്നതാ. ആരെയും പേടിക്കണോ? മക്കളുണ്ടായി കഴിഞ്ഞപ്പോഴോ നേരത്തെയൊക്കെ എനിക്ക് തോന്നുന്നു ഇതിലും ഫ്രീഡം ഉണ്ടായിരുന്നു. അച്ഛനമ്മമാരെ പേടിച്ചാൽ മതി. ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരെയും പേടിക്കണം, മക്കളെയും പേടിക്കണം. എന്തൊരവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ പന്തളത്ത് വന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ കടയിലൊക്കെ കയറാനുണ്ടായിരുന്നു. അതെല്ലാം കയറിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മനുവേട്ടൻ്റെ വീഡിയോ എടുത്തത് മനുവേട്ടന് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഈ സ്ഥലം അറിയാമോ? പന്തളത്തു നിന്ന് നൂറിനാട് പോകുന്ന വഴിയാണ്. അറിയാവുന്നവർ ഒന്ന് കമൻ്റ് അയക്കണേ. ഞാൻ ആകപ്പാടെ പിണങ്ങിയിരിക്കുക കേട്ടോ. മനുവേട്ടൻ എന്നോട് പറഞ്ഞു മനുവേട്ടൻ്റെ വീഡിയോ എടുക്കണ്ടെന്ന്. അതിനെന്നെ മനുവേട്ടൻ വഴക്ക് പറഞ്ഞു. അതിന് ഞാൻ പിണങ്ങി മോന്ത വീർപ്പിച്ചിരിക്കുക. എന്തോ ചെയ്യാനാന്ന് പറയണേ. ഇനി നോക്കുകയോ, ഞാൻ മനുവേട്ടൻ്റെ വീഡിയോ എടുക്കത്തില്ല, ഒന്നും എടുക്കത്തില്ല. ഇനി എന്നോട് ഇങ്ങോട്ട് പറയട്ടെ വീഡിയോ എടുക്കടി അങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പിണങ്ങിയിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് തന്നു കേട്ടോ. അത്രയ്ക്ക് നല്ലപോലെ പിണങ്ങിയിരിക്കുമായിരുന്നു ഞാൻ. അപ്പം മനുവേട്ടൻ പറഞ്ഞു, എടി വേറെ ഒന്നും കൊണ്ടല്ല, എന്നെ കാണാൻ വലിയ രസമൊന്നുമില്ല, വീഡിയോ എടുക്കുന്നതെങ്കിൽ സൗന്ദര്യമൊക്കെ ഉള്ളവർ വേണം എടുക്കാൻ, എന്നെ അത്ര കാണാൻ കൊള്ളത്തൊന്നുമില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. റീസണൊക്കെ പറയുന്നത് കേട്ടപ്പോൾ പിന്നെ ആ പോട്ട സാരമില്ല, ഇനി എങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. ആ ഐസ്ക്രീമിൽ ഞാനങ്ങ് സെറ്റായി. അങ്ങനെ ഐസ്ക്രീം തിന്നുന്ന കണ്ടിട്ട് നിങ്ങൾ വലിയ ഇതൊന്നും വേണ്ട, വലിയ രസമൊന്നും ഇല്ലായിരുന്നു. 10 രൂപയുടെ ഐസ്ക്രീമിന് എന്ത് വലിയ രസമാണ്. പക്ഷെ കിട്ടിയത് കിട്ടി, അത് നമ്മൾ എൻജോയ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് മനുവേട്ടനോട് ഞാൻ പറഞ്ഞു, മനുവേട്ട ഹെൽമെറ്റ് ഒന്ന് ഊരി തരാം. പക്ഷെ ഊരൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ തലയും കൂടെ പറിച്ചെടുത്തെന്ന്. എന്തോ ചെയ്യാനാ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ എന്തിനു പോയെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഞങ്ങൾ പോയത് വേറെ ഒന്നിനല്ല, മീൻ മേടിക്കാൻ പോയതായിരുന്നു. ആട് കിടന്ന് കരയുന്നു. ആടിന് വരെ ഞാൻ വീഡിയോ എടുക്കുന്ന ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം. ബൈ ബൈ.